ഇന്ന് ഞങ്ങൾ കൊച്ചിക്കോയ ഉണ്ടാക്കാൻ പോവാട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഫഹദിന്റെ ഒപ്പം ഓന്റെ റൂമിലേക്കാട്ടോ പോണത്. എവിടെ പോയാലും നമ്മൾ ആദ്യം എത്തിപ്പെട്ട കിച്ചണിലേക്കാണ്. അങ്ങനെ കൊച്ചിക്കോയ ഉണ്ടാക്കാനുള്ള പണി തുടങ്ങാട്ടോ. ഇനിയും ഫ്രണ്ട്സുകൾ വരാനും ഉണ്ട്. അങ്ങനെ ആദ്യം പാല് അടുപ്പത്തേക്ക് ചൂടാക്കാൻ വെച്ച് 6 പേർക്ക് കഴിക്കാനുള്ള കൊച്ചിക്കോയ ആട്ടോ ഉണ്ടാക്കുന്നത്. സക്കീർ കൊച്ചിക്കോയ ഉണ്ടാക്കാനുള്ള പഴമായിട്ടാട്ടോ വരുന്നത്. നല്ല ഞാലിപ്പൂവൻ പഴം 3 കിലോ ആട്ടോ വാങ്ങിയത്. അങ്ങനെ സക്കീർ വേഗം ചെറിയുള്ളി തോല് പോക്കണ പണി ഏറ്റെടുത്ത് ഷംസ് കൊച്ചിക്കോയ ഉണ്ടാക്കാനുള്ള മെയിൻ ആയുധമായിട്ടാട്ടോ വരുന്നത്. ഇനി നമുക്ക് അവിലൊന്ന് ചൂടാക്കി എടുക്കണം. പണികളൊക്കെ ആദ്യം ചെയ്തു വെച്ചാൽ അത് ഉണ്ടാക്കുമ്പോഴേക്കും ചൂട് തണിഞ്ഞു കിട്ടുള്ളൂ. എല്ലാരും കൊച്ചിക്കോയും കാത്ത് കട്ട വെയിറ്റിംഗിലാട്ടോ. അങ്ങനെ സക്കീറിനെ തേങ്ങാപ്പാല് പിയ്യാനുള്ള പണി ഏൽപ്പിച്ച് വെറുതെ ഇരുന്ന എല്ലാവർക്കും ഓരോ പണി കൊടുത്തിട്ടോ. തോല് പോകണ പഴം ചെമ്പിലേക്കാണോ അല്ലെങ്കിൽ ഓലെ തൊള്ളേക്കാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ അതിലേക്ക് വേണ്ട ഇഞ്ചിനീര്, നാരങ്ങനീര്, ചെറിയുള്ളിയൊക്കെ റെഡിയാക്കി വെച്ച് ഇനിയാണ് കാര്യമായിട്ടുള്ള പണിയുള്ളത്. ഈ പഴം ഫുള്ളായിട്ട് നല്ലോണം ഒടിച്ചെടുക്കണം. ആദ്യം പഴത്തിലേക്ക് ഒതുക്കി വെച്ച ചെറിയുള്ളി ഇട്ട് 3 കിലോ പഴത്തിലേക്ക് ഒരു 300 ഗ്രാം ചെറിയുള്ളി മതിട്ടോ. എളുപ്പമുള്ള പണിയാന്ന് വിചാരിച്ച് ഫഹദ് വേഗം ഏറ്റെടുത്തതാ. പഴം നല്ലോണം ഒടിച്ചെടുക്കൽ ഏസം പണിയുള്ള കാര്യാട്ടോ. അങ്ങനെ പഴത്തിലേക്ക് പാകത്തിലുള്ള പഞ്ചസാര കെട്ടി നല്ലോണം ഒടിച്ച് റെഡിയാക്കി എടുത്ത് എന്നിട്ട് റെഡിയാക്കി വെച്ച് തേങ്ങാപ്പാൽ മൊത്തമായിട്ട് പഴത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള പാലും ഒഴിച്ച് ഒന്ന് ഇളക്കി റെഡിയാക്കി എടുത്ത് എന്നിട്ട് ആവശ്യത്തിലുള്ള ഇഞ്ചിനീര് ഒഴിച്ച് അതിന്റെ ചൊയ വന്നിക്കണോ നോക്കുക. എന്നിട്ട് നാരങ്ങനീരും ഒഴിച്ചാൽ നമ്മളെ കൊച്ചിക്കോയ റെഡി. എന്നിട്ട് എല്ലാ പ്ലേറ്റിലേക്കും കുറച്ച് അവിലിട്ട് എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ജ്യൂസും ഒഴിച്ചു കൊടുത്ത് ഇത് കഴിക്കേണ്ട ഒരു രീതി ഇങ്ങനാട്ടോ. ഞങ്ങൾ പ്രവാസിക്ക് ആകെ കിട്ടുന്ന ഒരു സന്തോഷം ഇതൊക്കെ ആട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കൊച്ചിക്കോയ അടിപൊളിയായിട്ട് കഴിച്ച് വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ.